ഹായ്, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന SSC GD എക്സാമിന്റെ ഒരു കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നേരിട്ട് തന്നെ നമുക്ക് കളക്ട് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന്റെ എണ്ണവും അവർക്ക് കിട്ടിയ മാർക്കുകളും അതിൽ നിന്നൊരു കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് കാത്തിരിക്കുകയായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു ലാസ്റ്റ് 2-3 വീഡിയോസിലൂടെ നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ആധികാരികമായിട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തേനെ. ഓക്കെ, ഏകദേശം 382 കുട്ടികൾ കേട്ടോ, 382 കുട്ടികളുടെ ഒരു ഡേറ്റയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു അറൌണ്ട് 400 സ്റ്റുഡൻസ് നിങ്ങൾ കൂട്ടിക്കോളൂ. ഒരു 400 കുട്ടികൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയ മാർക്കുകളൊന്ന് അറിയാം. ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരു 50 to 65 മാർക്സ് നേടിയ, അതായത് അറിയാലോ 50 to 65 മാർക്ക് നേടിയ 119 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 65 to 80 എന്ന റേഞ്ച് മാർക്ക് സ്കോർ ചെയ്ത 94 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു 50ക്ക് ബിലോ നേടിയ 79 സ്റ്റുഡൻസ് ഉണ്ട്, 79 സ്റ്റുഡൻസ്. അതുപോലെ 80 to 100, 80 മുതൽ 100 മാർക്ക് വരെ നേടിയ 76 സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ എബോവ് 100 നേടിയ 14 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ 50 ബിലോ വന്നിട്ടുള്ള ആളുകളുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 382 ആളുകളിൽ 79 സ്റ്റുഡൻസ്, അതായത് ഒരു 300 സ്റ്റുഡൻസ് 50ക്ക് മുകളിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, മാർക്ക് നേടിയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറെ പേര് എക്സാം ടഫ് ആയിരുന്നു സാർ, പാടായിരുന്നു സാർ എന്ന് പറയുമ്പോഴും അത്യാവശ്യം കുറെ വിദ്യാർത്ഥികൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വേക്കൻസിയുടെ കാര്യം, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പൊ കേരളത്തിലെ സ്റ്റേജൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വേക്കൻസി അല്ല വന്നിരിക്കുന്നത്, അതിനകത്തൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി വേക്കൻസി ആഡപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ പറയുന്ന കട്ട് ഓഫിനകത്ത് വേരിയേഷൻ ഉണ്ടാവും. അക്കാര്യം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നു, ഒരു വിദ്യാർത്ഥികളും എപ്പോഴും ചോദിക്കുക, സാർ ഞാൻ ഫിസിക്കലി ചെയ്യണോ, ഞാൻ ഫിസിക്കലിന് പ്രാക്ടീസ് ചെയ്യണം. എടാ, SSC GD ആണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, തീരെ മാർക്ക് കുറവുള്ളവരാണെങ്കിൽ മാത്രം ഫിസിക്കലിന് വേണ്ടി കൂടുതൽ ഒരെങ്ങും പോയി സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നാലും സെൽഫായിട്ടുള്ള പ്രാക്ടീസ് ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫിസിക്കലി ചെയ്യണമോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. നിങ്ങൾ ഈ ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം കയറണം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കൽ ട്രൈ ചെയ്യുന്ന കാര്യത്തിൽ ഇത് ചെയ്യണ്ട. ഇനി ഫിസിക്കലിൽ എവിടെയെങ്കിലും ചേർന്ന് പ്രാക്ടീസ് ചെയ്യണോ എന്ന ചോദ്യമാണ് എങ്കിൽ അത് നിങ്ങളുടെ ഒരു കട്ട് ഓഫ് മാർക്കിനോട് പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യണമോ എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് കൃത്യമായ ഒരു ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ തീരെ കുറവ് മാർക്കൊന്നും അല്ല വന്നിരിക്കുന്നത്. അത്യാവശ്യം മാർക്ക് കാര്യങ്ങളുണ്ട് ആളുകൾക്ക്. അത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 300ഓളം സ്റ്റുഡൻസ് 50ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക എക്സാം വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര്, ഞാൻ എപ്പോഴും പറയുന്നു, വളരെ സീരിയസ് ആയിട്ട് വളരെ മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണല്ലോ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു 1 ഇയർ എടുത്ത് ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ SSC GD. നിങ്ങൾ SSC CGL ഒന്നും അല്ല എഴുതുന്നത്. SSC GD ഒരു വർഷം നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരുന്ന പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആ സീരിയസ്നെസ്സിൽ പഠിക്കണം. ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുക. അപ്പൊ ഇതാണ് നമുക്ക് വന്ന മാർക്കിന്റെ ഒരു രീതി. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ വേക്കൻസി കൂടി കണ്ടുകൊണ്ടാണ് കേട്ടോ. ആ ഒരു കാര്യം കൊണ്ടാണ്. ഇത് മാർക്ക് അനാലിസിസ് ഉണ്ടെങ്കിലും നമ്മുടെ വേക്കൻസി കൂടി തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. സോ വേക്കൻസി കൂടി വെച്ചിട്ട് നോക്കൂ, ഒരു ചാർട്ട് ഞാൻ വ്യക്തമായിട്ട് തന്നിരിക്കുക. ഇനി നിങ്ങൾ ഈ ചാർട്ട് വെച്ചിട്ട് പറയണം. ഓക്കെ, നോക്കിക്കോ. എന്താണ്, നമുക്ക് UR നിന്ന് തുടങ്ങാം. നമ്മൾ കാറ്റഗറി വൈസ് UR നിന്ന് തുടങ്ങാം. നോക്കൂ, 55 to 65 റേഞ്ച് ആണ് നമ്മൾ എന്തിനു പറയുന്നത്, UR കാറ്റഗറിയിലെ ബോയ്സിന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും ഒന്ന് ക്ലിയർലി ഞാൻ പറയാം. നാട്ടെ, ഗ്രീൻ കളർ ഞാൻ ബോയ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, റെഡ് കളർ ഗേൾസിനെയാണ്, സോറി ഗ്രീൻ അല്ല, ബ്ലൂ കളർ ബോയ്സിനെയാണ്, അതേപോലെ തന്നെ റെഡ് കളർ ഗേൾസിനെയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കും, 55 to 65 ആണ് URന്റെ കട്ട് ഓഫ് നമ്മൾ ആർക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത്, ആർക്ക് ബോയ്സിന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗേൾസിന്റെ നോക്കൂ, 90 to 100 ആണ്. 90 to 100. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വേക്കൻസി കുറവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു +or -5 അല്ലെങ്കിൽ ഒരു 10 നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ, അത്
നിങ്ങളുടെ ഒരു പ്രൊവിഷന് ഞാൻ വിട്ടുതരിക. കാരണം ഒരിക്കലും നമ്മൾ ഇത് തന്നെ വരും എന്ന് പറഞ്ഞ് ആരെയും ഇത് ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു +or-10 അതെന്തായാലും നിങ്ങൾ ഇട്ടോ. ഈ ഒരു സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പക്ഷെ നോക്കൂ, ഗേൾസിന് നോക്കൂ 90 to 100. അപ്പൊ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ഒരു +or- എന്തിടുക, 10 വെച്ചിട്ട് നിങ്ങൾ ഫിസിക്കലി ചെയ്യേണ്ടവരാണ് എന്ന ബോധ്യം നിങ്ങൾ ഇടുക. അത്യാവശ്യം +or-10 മാർക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ 55നേക്കാളും ഒരു 10 മാർക്കിന്റെ കുറവ് വരെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഫിസിക്കലി ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ആയിരിക്കേണ്ട കാര്യമില്ല. കാരണം അടുത്ത പ്രാവശ്യം ഇപ്രാവശ്യം ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും അത് വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് URന്റെ കേസാണ്. OBCക്കും വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതേ പ്രഡിക്ഷൻ തന്നെ ഞാൻ OBCക്കകത്തും പറയുന്നുള്ളൂ. കാരണം ആ ഒരു വേക്കൻസി അനാലിസിസ് വെച്ചിട്ടാണ് ഇതേ ഒരു പ്രഡിക്ഷൻ തന്നെ പറയുന്നുള്ളൂ. 50 to 65 ആണ് ബോയ്സിന് വരുന്നത്. 90 to 100 റേഞ്ച് ആയിരിക്കും OBCക്ക് പ്രഡിക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണേ? ഇനി അതേപോലെ EWS കാറ്റഗറി നോക്കൂ, 50 to 60 റേഞ്ച് ആണ് നമ്മൾ എന്തിനു പറയുന്നത്, ബോയ്സിന് പറയുന്നത്. 85 to 95 ആണ് നമ്മൾ എന്തിനു പറയുന്നത്, ഗേൾസിന് പറയുന്നത്. ഓക്കെ. ഇനി SC കാറ്റഗറി ആണെങ്കിൽ 40 to 50 ആണ് നമ്മൾ ബോയ്സിന് പ്രഡിക്ട് ചെയ്യുന്നത്. 60 to 70 ആണ് നമ്മൾ ഗേൾസിന് പ്രഡിക്ട് ചെയ്യുന്നത്. ദെൻ ST 35 to 45 ആണ് നമ്മൾ ബോയ്സിന് പ്രഡിക്ട് ചെയ്യുന്നത്. പിന്നെ ഗേൾസിന് 60 to 70 എന്നുള്ള ഒരു റേഞ്ച് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനാലിസിസ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അത്യാവശ്യം മാർക്കുള്ളവര്, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 382 കുട്ടികളുടെ ഡേറ്റ മേടിച്ചത് എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് പഠിച്ചവരൊക്കെ ഉണ്ട്. അവർ ആദ്യമൊക്കെ മാർക്ക് അത് നമ്മുടെ ഈ ചാനലിന്റെ താഴെ കമന്റ് ചെയ്തവരും ഉണ്ട്. ചിലരൊക്കെ ആദ്യം പറഞ്ഞു ഭയങ്കര പാടാണ്, എക്സാം പാടാണെന്നൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞവര് മാർക്ക് വന്നിട്ട് ഇട്ടപ്പം നല്ല മാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് കമന്റ് ചെയ്തത്, ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എക്സാം ടഫ് ആണെന്ന് പറഞ്ഞെങ്കിലും അവസാനം വന്നപ്പോൾ എന്താണ് മാർക്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ കമന്റ് ചെയ്തു. അപ്പോൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ 5-6 വർഷത്തെ പ്ലേലിസ്റ്റുകൾ കിടക്കുകയാണ്. 100ഓളം വീഡിയോസ് ചേർന്നുള്ള പ്ലേലിസ്റ്റുകൾ കിടക്കുക. വളരെ സീരിയസ് ആയിട്ട് ദിശ അക്കാഡമിയെ ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും. ഒരുപാട് പേരെ നമുക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് മറ്റൊരു വീഡിയോയുമായി വന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഇതൊരു ഫൈനൽ പ്രഡിക്ഷൻ എന്നല്ല, ഒരു എക്സാക്ട് കട്ട് ഓഫ് കാത്തിരുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അയാളുടെ ഡേറ്റ മാത്രം വെച്ചിട്ടല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു 400ഓളം കുട്ടികളുടെ ഡേറ്റ എടുത്തു വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ നമുക്ക് സാധ്യമായി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 300ഓളം പേര് 50-ൽ കൂടുതൽ മാർക്ക് മേടിച്ചവരുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഡേറ്റയുടെ ഒരു അനാലിസിസ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫിസിക്കലിന്റെ കേസ് പറഞ്ഞ് ആരും ഡൗൺ ആവരുത്. ഞാൻ കണ്ട കാര്യമാണ്, അയ്യോ ഇത്രയൊന്നും ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു +or-10 മാർക്സ് നിങ്ങൾ എടുത്തു. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തിക്കോ. ഇപ്പൊ 55 മുതൽ 65 എന്ന് വെച്ചാൽ 55-ൽ നിന്ന് ഒരു 5 മാർക്ക് 10 മാർക്ക് കൂടെ നിങ്ങൾ കുറച്ചു. അതുപോലെ തന്നെ 65-ൽ നിന്ന് 10 മാർക്ക് കൂടെ കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കണം. എന്താണ്, വേക്കൻസി ബേസ്ഡ് ഓൺ വേക്കൻസി. പലപ്പോഴും വേക്കൻസി കൂടിയാൽ കുറവ് വരും, വേക്കൻസി കുറഞ്ഞാൽ എന്തായിരിക്കും, കട്ട് ഓഫ് കൂടും. ഈ ഒരു സാഹചര്യമായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശ കട്ട് ഓഫ് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാൻ വളരെ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിലാണ് ക്ലാസ് പോകുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് അതുൽ സാറിന്റെ മാത്സിന്റെ ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലുണ്ട്. നാളെ വൈകിട്ട് 6 മണിക്ക് എന്റെ റീസണിങ്ങിന്റെ ക്ലാസ് ഉണ്ട്. വ്യാഴാഴ്ച ഇംഗ്ലീഷ് നിത്യ മിസ്സിന്റെ ക്ലാസ് രാവിലെ 8:30-നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈഡേ അതുൽ സാറിന്റെ മാത്സ് 7 മണിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെ കുറിച്ചും പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതുണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ 1 ഇയർ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ എക്സാം അറിയാലോ, ഡിസംബറിലൊക്കെ വന്ന് ജാനുവരി ഫെബ്രുവരി എക്സാം കാണും. നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്ന് ഫെബ്രുവരി മാർച്ചോട് കൂടി പരീക്ഷ കാണും. അപ്പോൾ ഒരു കൃത്യമായ ഒരു 10 മാസം നീണ്ടു നിൽക്കുന്ന പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടുത്ത പ്രാവശ്യത്തെ, ഇപ്രാവശ്യം പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തിന് പിടിക്കാം. പുതുതായി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ എന്തുണ്ട്, നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ബോക്സിൽ
ബോക്സിൽ ഇടുന്നുണ്ട്. കൂടാതെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷന്റെ ലിങ്ക് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന കോഴ്സ് ദാണ്ടെ ഏതാണ് SSC GD കോഴ്സ് ലൈവ് ക്ലാസ്സുകൾ വരുന്ന കോഴ്സ് എയർലി ബേർഡ്സ് ഓഫർ ഒക്കെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് നോക്കി പഠിക്കാം. അപ്പൊ എപ്പോഴും ചില ആളുകൾ പറയും നമ്മൾ എന്താണ് ഈ വീഡിയോസിന്റെ കൂടെ നമ്മുടെ കോഴ്സുകളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും കോഴ്സുകളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പോകുന്നത്. ദിശ അക്കാഡമി എന്ന് പറയുന്നത് കേരളത്തിൽ 5 പ്ലേസുകളിൽ നിൽക്കുന്ന ഒരു അക്കാഡമിയാണ്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, തൃശ്ശൂർ 5 പ്ലേസുകളിലുണ്ട്. ഇപ്പൊ നിലവിൽ ഓഫ്ലൈൻ അക്കാഡമി തന്നെ ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? കൂടാതെയാണ് ഈ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകണം. ആർക്കെങ്കിലും ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് പഠിച്ചോ. കേരളത്തിനകത്തും വെളിയിലും ഓൺലൈനായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ വേണമെങ്കിൽ ഈ ഒരു സാധ്യതയിലൂടെ പഠിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സാധ്യത നിങ്ങളെ പരിചയപ്പെടുത്തി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകർ, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള നിരവധി അധ്യാപകർ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ ദിശയുടെ അക്കാഡമികളെ ജോയിൻ ചെയ്യും. ഇപ്പൊ എല്ലാ മന്തും നമുക്ക് ബാച്ചുകളുണ്ട്. എല്ലാ മന്തും ഇപ്പൊ ജൂലൈ ബാച്ച് ഇനി ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിവാൻഡ്രത്തെ നമ്പറുണ്ട്, കൊല്ലം ബ്രാഞ്ചിലെ നമ്പറുണ്ട്, കൊട്ടാരക്കര ബ്രാഞ്ചിലെ നമ്പറുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ ബ്രാഞ്ചിലെ നമ്പറുണ്ട്, കോഴിക്കോട് നമ്പറുണ്ട്. അപ്പൊ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഓഫ്ലൈനായി പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിയാൽ അയാൾ മാത്രമല്ല ഒരു കുടുംബം രക്ഷപ്പെടും. പിന്നെ കുറെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു പാഷനാണ്. ഈ ജോലി വർഷങ്ങളായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വികാരത്തെയാണ് ഞാൻ മാനിക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത്, ഇതിനകത്ത് ചിലപ്പോൾ ആളുകൾ വെറുതെ കമന്റുകൾ ഇടുന്ന ആളുകളുണ്ടായിരിക്കും, വെറുതെ എന്തെങ്കിലും പറയുന്നവരുണ്ട്. അത് നമുക്ക് വിഷയമില്ല. വർഷങ്ങളായിട്ട് ഈ ഒരു എക്സാം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ഒപ്പം ദിശ അക്കാഡമി ഉണ്ട്, ഞാനുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാം. അത് ഏത് കാര്യത്തിൽ വേണമെങ്കിലും വിളിക്കാം. എൻ്റെ വാട്സപ്പ്, എൻ്റെ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. സാർ എന്ത് ഡൗട്ടുണ്ട്, എന്ത് ആശങ്ക ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ ഒരു ജോബ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ 100% സപ്പോർട്ട് തന്ന ദിശ അക്കാഡമി ഉണ്ടാവും. അപ്പൊ നല്ല മാർക്ക് നേടിയ ആളുകൾക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുള്ളവരോ ഈ വർഷം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരോ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വളരെ സീരിയസ്ലി ട്രൈ ചെയ്യൂ. എല്ലാ എഫേർട്ടും എടുത്തുണ്ട്. യൂട്യൂബിൽ തന്നെ ഞാൻ പറഞ്ഞു 6ഓളം പ്ലേലിസ്റ്റുകൾ, 600ഓളം വീഡിയോസ് എല്ലാം തന്നുകൊണ്ട് ഇനി ഈ വർഷത്തെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാം. സമയം ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കയറി സ്റ്റാർട്ട് ചെയ്യാത്തത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആശങ്കകൾ കമന്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. തരാൻ പറ്റുന്ന ഉത്തരങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ എന്തായിട്ടും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നതിന് മെസ്സേജുകളായിട്ടും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെയുണ്ട്. എവിടെയുണ്ട്? വാട്സപ്പ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിലുണ്ട്. കൂടാതെ എന്തുണ്ട്, നമ്മുടെ ആപ്പിന്റെ ലിങ്കും ഉണ്ട്. അപ്പോൾ പഠിക്കുകയല്ലേ, വർക്ക് ചെയ്യല്ലേ, തീർച്ചയായിട്ടും ഫിസിക്കലി ചെയ്യുന്നവർ ചെയ്തോളൂ ധൈര്യമായിട്ട്. അപ്പൊ ദിശ അക്കാഡമി ഫിസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ദിശ അക്കാഡമി മെയിൻലി എക്സാം ക്ലിയർ ചെയ്യാനുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കാഡമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യണം. റണ്ണിങ് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് അത്യാവശ്യം ഫിസിക്കൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഫിസിക്കലിന് പോകേണ്ട കാര്യമൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവർ സെൽഫായിട്ട് തന്നെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെടുത്ത് അത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ഒരിക്കൽ കൂടെ അവസാനമായിട്ട് ഞാൻ പറയുന്നു, മാർക്ക് കുറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. നല്ല ആത്മവിശ്വാസത്തോടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.